ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം വാടി മുഖം, വാടാത്ത മുഖം, സൗന്ദര്യമുള്ള മുഖം എന്നുള്ള വിഷയങ്ങളാണ്. ചന്ദ്രക്ക്, മേശക്ക്, അഭ്യന്തരകോപ് എന്ന 3 ചെറുപ്പക്കാർ ശകപദാർത്ഥവും വെള്ളവും കുടിച്ച് 10 ദിവസക്കാലം കാത്തിരുന്ന 10ാമത്തെ ദിവസം രാജകൊട്ടാരത്തിൽ സകല ആളുകളെയും വിളിച്ചുകൂട്ടിയ സദസ്സിൽ വെച്ച് രാജാവരുടെ മുഖത്തേക്ക് നോക്കി സൗന്ദര്യമുള്ള മുഖമെന്ന് കണ്ടു. രാജകൊട്ടാരത്തിലെ അവരുടെ മക്കളെ നോക്കി അത്രയും സൗന്ദര്യം കണ്ടില്ല. നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വെള്ളം കൊടുത്തു, നല്ല പാനീയം കൊടുത്തു, ഉറക്കത്തിനുള്ള സൗകര്യം കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും പ്രദാനം ചെയ്തിട്ട് വേണ്ടതായിരിക്കുന്ന സൗന്ദര്യം കാണുവാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, 3 ചെറുപ്പക്കാർ യഹോവയുടെ സന്നിധിയിൽ ഇരുന്നവരാണ്, യഹോവയോട് പ്രാർത്ഥിച്ചവരാണ്, യഹോവയുടെ സന്നിധി യാചിച്ചവരാണ്. അവരുടെ മുഖമോ സൗന്ദര്യമുള്ളത് എന്ന് കണ്ടു. അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഉത്തമഗീതം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദശകലമാണ്. അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ചു കേൾക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ആത്മീയമായിരിക്കുന്ന വളർച്ചയ്ക്കുമൊക്കെ വേദവചനങ്ങൾ വളരെ അതികാമ്യമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങള്, തളർച്ചയില്, വീഴ്ചകളില് നിറഞ്ഞ കണ്ണുകളോടെ ഇരുന്ന സമയങ്ങളിലൊക്കെ ദൈവവചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ഈ വചനം നമുക്ക് പൊതുവഴികളെ തുറന്നു തന്നിട്ടുണ്ട്. ഭവനത്തിന് സംരക്ഷണം തന്നിട്ടുണ്ട്, നമുക്ക് സംരക്ഷണം തന്നിട്ടുണ്ട്, നമുക്ക് ഭക്ഷണത്തിനുള്ള വഴികളെ ഒരുക്കി തന്നിട്ടുണ്ട്, ജീവിത സാഹചര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ മേഖലകളിലും വചനം നമുക്കൊരാശ്വാസമായിരുന്നു. കാരണം ആദിയിൽ വചനമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിലേക്ക് വന്നു. അപ്പൊ ആ വചനം ദൈവമായിട്ട് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഇരുൾമൂടിയതായിരിക്കുന്ന ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റുവാൻ, പ്രകാശം പരത്തുന്ന വിധത്തിൽ നമ്മെ കൊണ്ടുവരുവാൻ, ദൈവികമായിരിക്കുന്ന ദർശനങ്ങളും കാഴ്ചപ്പാടുകളും പ്രാപിക്കുന്നവരായി ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കഴിവുള്ള ശക്തിയായിട്ട് നമ്മെ മാറ്റുകയാണ്. കാരണം നമ്മൾ മനസ്സ് മടിച്ചിരിക്കുമ്പോൾ മരവിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, തളർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും, ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. അത് വരാതിരിക്കണമെങ്കിൽ നാം ധ്യാനിക്കുന്നവരാകണം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, ചിന്തിക്കുന്നവരാകണം, വിവേകമുള്ളവരായി മാറണം, ധ്യാനിക്കുന്നവരായിട്ട് മാറണം. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതെന്തിനെ കണ്ടെത്താൻ കഴിയും, പുതിയതെന്ത് നേടുവാൻ കഴിയണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആത്മപരിശോധന നമുക്ക് ആവശ്യമാണ്, വചനത്തിലൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഓരോ ദിവസങ്ങളിലും വചനം ധ്യാനിക്കുക, ഓരോ ദിവസവും പുതിയത് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കുന്നതല്ല, അവരെ എങ്ങനെയായിക്കൊള്ളട്ടെ, അവരെങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമുക്ക് എങ്ങനെയാകാൻ കഴിയും, നമ്മുടെ ഭവനത്തിന് എന്ത് ആക്കാൻ കഴിയും, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താകാൻ കഴിയും, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതായിരിക്കട്ടെ നമുക്ക് ലഭിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ. ഇന്നൊരു 90% ആളുകളും നമ്മളിലേക്കല്ല നോക്കുന്നത്. പലപ്പോഴും നമ്മളെ നോക്കാതെ മറ്റുള്ളവരെ നോക്കുന്നവരായി മാറുകയാണ്. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, അവരത് പറഞ്ഞു, ഇവരിത് പറയുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതല്ല നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്, നമ്മൾ ആരാണ് എന്നുള്ളതാണ്, ഇനിയും നമ്മൾ ആരാകണം എന്നുള്ളതാണ്, നമ്മുടെ ഭവനം എങ്ങനെയാകണം എന്നുള്ളതാണ്, നമ്മുടെ മക്കൾ എങ്ങനെയാകണം എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെതായിരിക്കുന്ന അർത്ഥ മൂല്യമിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഒരു അടിത്തറ പാകേണ്ടത്. അവിടുന്ന് വേണം പണിതു വരുവാൻ, അവിടുന്ന് വേണം കാഴ്ചപ്പാടോടെ വിവേകത്തോടെ കടന്നു വരുവാൻ. അപ്പോഴാണ് അനുഗ്രഹം നമുക്ക് അതേ വർഷമഴയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഇറങ്ങുന്നത് കാണുവാനായിട്ട് സാധിക്കും.
കഴിഞ്ഞകാല ഭക്തന്മാരുടെ എല്ലാം ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. അവരൊക്കെയും അതേ പ്രതികൂലങ്ങളെ അതിജീവിച്ചവരാണ്. എത്രയെത്ര പ്രതിസന്ധികൾ അവരെ മുൻപിൽ ഉണ്ടായിരുന്നു, എത്രയെത്ര പ്രതിസന്ധികളെ അവർ തരണം ചെയ്തിട്ടുണ്ട്, എത്രയെത്ര മാർഗ തടസ്സങ്ങൾ മുമ്പിൽ വന്നപ്പോൾ അതിനെയൊക്കെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. എത്രയെത്ര പോരാട്ടങ്ങൾ വന്നു. അതുകൊണ്ടാണ് കോരകന്റെ മക്കൾ പറഞ്ഞത്, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അത് പറയുവാനുള്ള കാരണം ആ ആത്മവിശ്വാസമാണ്, ആത്മശക്തിയാണ്. ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യാൻ. അപ്പം നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ ശത്രുക്കൾ കാണുമ്പോഴാണ് പ്രതികൂലമായിട്ട് വരുന്നത്. അവിടെയാണ് പ്രതിസന്ധികൾ വരുന്നത്. അവിടെയാണ് ശത്രുക്കൾ എഴുന്നേൽക്കുന്നത്. അത് വാക്കുകൊണ്ട് നമ്മെ ഇരുത്തിക്കളയുന്ന, നോട്ടം കൊണ്ട് നമ്മെ തകർത്ത് കളയുന്ന, പ്രവൃത്തികൾ നമ്മളെ ഇല്ലാതാക്കുന്ന, ഇല്ലായ്മ ചെയ്യുവാൻ തക്കതായിരിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി അവരുടേതായിരിക്കുന്ന ആ ബുദ്ധിമണ്ഡലങ്ങളിൽ ശത്രുതയുടെ എല്ലാ തീയമ്പുകളും നമുക്കെതിരെ കടന്നു വരുമ്പോഴും പ്രാർത്ഥനയാകുന്ന അഗ്നിയിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ നേരിടുവാനുള്ള ദൈവശക്തിയാണ് ഈ കാലഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടുകൂടെ നേരിടണം. പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനായിട്ട് കഴിയണം. പ്രതിസന്ധികളെ കാണുവാനായിട്ട് കഴിയണം. അപ്പോൾ ഒരു വിശ്വാസി ഒളിച്ചിരിക്കേണ്ട സ്ഥലം പാറയുടെ പിളർപ്പിലാണ്. ഇവിടെ വായിക്കുന്നത്, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. നിന്റെ ശബ്ദം ഇമ്പമുള്ളതാണ്, നിന്റെ സ്വരം സൗന്ദര്യമുള്ള ശബ്ദമാണ്, നിന്റെ മുഖം സൗന്ദര്യമുള്ളതാണ്, അത് ഞാനൊന്ന് കാണട്ടെ എന്ന് ശലോമോന്റെ വാക്കുകളിലൂടെ കേൾക്കുകയാണ്. ഇവിടെ ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ, ഇവിടെ ഒരു കഥയായിട്ട് വരുമ്പോൾ, ഒരു ഇടയനും അതെ താൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെയും മാത്രമാണ് കഥാപാത്രമാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് പിന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് കഥകളുണ്ട്. രാജാവ് ഒരു യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ ശൂന്യംകാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്നു. അവളെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ താമസിപ്പിക്കുന്നു. രാജാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിന്നും അവൾ തൻ്റെ പ്രാണപ്രിയനെ, താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ കാണുവാൻ വേണ്ടി അവിടുന്ന് കൊട്ടാരം വിട്ട് ഓടിപ്പോകുന്നു. ഇതാണ് അതിന്റെ കഥ. അപ്പോൾ അത്രമാത്രം ഒരാത്മബന്ധം ആ ഇടയനുമായിട്ടുണ്ടായി എന്നുള്ളതാണ്. ഈ ഇടയൻ കർത്താവായ യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നതാണ്. ഈ പെൺകുട്ടി എന്ന് പറയുന്ന ശൂലേങ്കാരി പുതിയ നിയമസഭയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നു എന്നാണ്. യഹോവ ഇടയനായിരിക്കുന്ന ഒരു വിശ്വാസി അവന്റെ കൈക്കിലെ ആടുകളാണ്. അതിനെ പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന, നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ സത്യം നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ യാത്രകളിൽ പതറേണ്ടതായിട്ടില്ല, വീഴേണ്ടതായിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെ മുഖം സൗന്ദര്യമുള്ള മുഖമെന്ന് ഞാൻ കാണുന്നു. നീ പാറയുടെ പിളർപ്പിലിരുന്നാലും, നീ പോരാട്ടങ്ങൾ നടുവിലിരുന്നാലും, പ്രതികൂലത്തിന് നടുവിലിരുന്നാലും, പ്രതിസന്ധികളുടെ നടുവിലിരുന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈതലിനെ വ്യക്തമായിട്ട് അറിയാം. ഉപവസിക്കുന്നവരെ അറിയാം, ആവശ്യബോധത്തോടെ കരയുന്നവരെ അറിയാം, നിലവിളിക്കുന്നവരെ അറിയാം. നമ്മളെല്ലാം ഒരുപാട് പ്രതീക്ഷകളോടെ നിൽക്കുന്നവരാണ്. ആ പ്രതീക്ഷ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദുഃഖമുണ്ടാകും. ചില പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും കൂടെ കയ്പും മധുരവുമുള്ളതായിരിക്കുന്ന അവസ്ഥ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. ആ പരാജയത്തിൽ നിന്ന് നമ്മൾ തളർന്നു പോവുകയല്ല, ആത്മഹത്യ പ്രേരണ വരികയല്ല വേണ്ടത്. പിന്നെയോ ആത്മപരിശോധനയോടുകൂടെ വീണ്ടും മടങ്ങി വരിക എന്നുള്ളതാണ്. എങ്ങനെ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും? എങ്ങനെ എനിക്കൊരു പുതുജീവൻ ഉണ്ടാകാൻ കഴിയും? എങ്ങനെ ഒരു ലക്ഷ്യത്തിലെത്തുവാനായിട്ട് കഴിയും? ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഓടുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു എന്നാണ് പൗലൂസ് പറഞ്ഞത്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സൗന്ദര്യമുള്ള മുഖമുണ്ട്. അത് പുറമേയുള്ള സൗന്ദര്യമല്ല, അകത്തൊരു സൗന്ദര്യമുണ്ട്. ദൈവ ചൈതന്യത്തിന്റെ, ദൈവ തേജസ്സിന്റെ, ദൈവകൃപയുടെ, ദൈവമഹത്വത്തിന്റെ ആ കൃപാശക്തി ഓരോ പ്രിയപ്പെട്ടവരും പ്രാപിച്ച അനുഗ്രഹമുള്ളവരായി ഈ മരുഭൂപ്രയാണത്തിൽ പ്രിയനെ നോക്കിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, സുക്രിസ്തപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി നികൾക്കപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ട്യൂമറായിട്ട് കിടക്കുന്നവരെ, ക്യാൻസർ എന്ന രോഗികളായിട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവർ, അനേക പ്രിയപ്പെട്ടവരെ ദൈവരെ ആശ്വസിപ്പിക്കണം. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയോടുള്ള ബന്ധത്തിൽ അതേ സ്വദേശത്തും വിദേശത്തുമായിട്ട് അനേക ആളുകളുണ്ട്.
അതേ കേരളത്തിലുള്ള അനേക ആളുകളുണ്ട്, തമിഴ്നാടുണ്ട്, വടക്കേ ഇന്ത്യയിലുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗൾഫ മേഖലയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവര്, യൂറോപ്പിലായിരിക്കുന്ന അനേകര്, അമേരിക്കയിലായിരിക്കുന്ന അനേകര്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടവര്, കുടുംബമായി താമസിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, പഠിക്കുന്ന കുഞ്ഞുങ്ങള്, വിവിധ ക്ലാസ് പഠിക്കാൻ കടന്നുപോയിരിക്കുന്ന, കോഴ്സ് പഠിക്കാൻ കടന്നുപോയിരിക്കുന്നവര് എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പുതിയ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച്